വടക്ക് നോക്കിയന്ത്രം എന്ന് പറയുന്ന സിനിമയൊക്കെ കണ്ടിട്ടത്. അപ്പോൾ അതിലെ മെയിൽ ക്യാരക്ടറിന് സ്പൗസിനോട് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സംശയം ഉണ്ടാവുന്നുണ്ട്. എപ്പോഴും കോണ്ടെക്സ്റ്റിൽ വരുന്നതാണ്. പലപ്പോഴും പേഷ്യൻസ് പോലും അവരുടെ പ്രശ്നങ്ങളെ പറ്റി പറയാൻ വേണ്ടി വരുമ്പോഴത്തേക്ക് അവർ യൂസ് ചെയ്യുന്ന ഒരു റെഫറൻസ് തന്നെയാണ്. സ്കിസോഫ്രീനിയ പോലെയുള്ള വാക്കൊക്കെ വളരെ പേടിയോടുകൂടിയാണ് ആളുകൾ പെർസീവ് ചെയ്യുന്നത്. നമുക്ക് റിയാലിറ്റിയിൽ നിന്ന് ടച്ച് നഷ്ടപ്പെട്ടു പോകുന്ന ടൈപ്പ് ഓഫ് ഒരു ലക്ഷണങ്ങളുള്ള ഡിസോർഡേഴ്സാണ്. ഡോക്ടർ, ഇപ്പോൾ റിലേഷൻഷിപ്സിലൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണറിനെ സംശയിക്കുക, അവരുടെ സോഷ്യൽ മീഡിയ ആക്സസുകളൊക്കെ വാങ്ങിക്കുക, അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും കാര്യങ്ങളിൽ നിന്ന് റെസ്ട്രിക്റ്റ് ചെയ്യുക. സംശയം ആണ് ഇവിടുത്തെ ബേസ് ആയിട്ടുള്ള ഫാക്ടർ. സംശയം ഒരു മനുഷ്യനുണ്ടാവാവുന്ന നോർമൽ വികാരമാണ്. ഡോക്ടർ, ഇപ്പോൾ പുതിയ ജനറേഷനിലെ കുട്ടികൾ കൂടുതലായിട്ടും മെൻ്റൽ ഹെൽത്തിന് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് എന്ന് തോന്നാറുണ്ട്. ഇപ്പം മീ ടൈം, സെൽഫ് ടൈം, സോളോ ഡേറ്റ് എന്നൊക്കെ പറഞ്ഞ പല വാക്കുകളിലൂടെ അവർ കൂടുതലായിട്ടും സെൽഫ് പ്രയോറിറ്റി കൊടുക്കുന്നതായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. ടെർമിനോളജീസ് കണ്ടവാനും ഞങ്ങളും കേട്ടുവരുന്നുണ്ട്, കൂടുതലും ഞങ്ങളുടെ ജനറേഷനിൽ നിന്നാണ്. അത് ഒരു പരിധി വരെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കുറച്ചും കൂടെ അവയർനെസ് അബൌട്ട് മെൻ്റൽ ഹെൽത്ത് ആൻഡ് അതിനെ മെൻ്റൽ ഹെൽത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ ഒരു മടിയില്ലായ്മ, ഒരു ടാബു ആയിട്ടുള്ള ഒരു സബ്ജക്റ്റായിട്ട് ആയിരുന്ന ഒരു സബ്ജക്റ്റാണ് മെൻ്റൽ ഹെൽത്ത്. ഇപ്പോൾ അതല്ല എന്നുള്ളൊരു രീതിയിലോട്ട് വരുന്നു. അതാണ് അത് കൂടുതൽ സിഗ്നിഫൈ ചെയ്യുന്നത്. പക്ഷേ ഈ യങ്ങർ ജനറേഷൻ യൂസ് ചെയ്യുന്ന ഈ ടെർമിനോളജീസ് ഇതെല്ലാം യൂസ് ചെയ്യുമ്പോഴും അവരുടെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മെൻ്റൽ ഹെൽത്ത് ഇപ്പോഴും ഒരു കംപ്ലീറ്റ് ആണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അവർക്ക് അവരുടെ ആയിട്ടുള്ള കുറേ ഡെഫിനിഷൻസ് ഉണ്ട്. പ്രോബ്ലംസിനെ ഡിഫൈൻ ചെയ്യുന്ന രീതിയുണ്ട്, സൊല്യൂഷൻസിനെ ഡിഫൈൻ ചെയ്യുന്ന രീതിയുണ്ട്. പക്ഷെ അവരുടെ അണ്ടർസ്റ്റാൻഡിങ് ഇപ്പോഴും കുറേ ലാക്കുണ്ട്. സ്വാഭാവികമായിട്ട് അത് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ കൂടാനുള്ള സാധ്യതകൾ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഇപ്പോൾ യങ്ങർ ജനറേഷനിൽ വീട്ടിൽ അവർക്ക് ഡിപ്രഷനാണ്, അല്ലെങ്കിൽ മൂഡ് ശരിയല്ല എന്നൊക്കെ പറയുമ്പം പാരൻസ് എപ്പോഴും പറയും നമ്മളോട് പറഞ്ഞാൽ തീരാത്ത എന്ത് പ്രശ്നമാണുള്ളത് എന്ന് പറയും. അപ്പോൾ ഈ പാരൻസിനും ടീച്ചേഴ്സിനും ഒക്കെ ശരിക്കും മെൻറ്ററായിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എങ്ങനെയായിരിക്കും? ഈ ജനറേഷൻ വിൽ ഹാവ് ഇറ്റ്സ് ഓൺ ചാലഞ്ചസ്. നമ്മളെല്ലാവരും ഈവൻ നമ്മുടെ വീട്ടിലും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, നമ്മളെ വളർത്തിക്കൊണ്ട് വന്ന സമയത്ത് അച്ഛനമ്മമാർ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, ഞങ്ങൾ കഷ്ടപ്പെട്ട രീതിയിലൂടെയൊന്നും നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ലല്ലോ. പറയുന്നതിൽ അത്ര അർത്ഥമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. എല്ലാ ജനറേഷനും അവരവരുടെ ആയിട്ടുള്ള സെറ്റ് ഓഫ് ചാലഞ്ചസ് ഉണ്ട്. സോ പിള്ളേർ ഇപ്പം സ്ട്രഗിൾസിനെ പറ്റി പറയുമ്പോഴത്തേക്ക് പേരൻസ് പറയുന്നു എൻ്റെ അടുത്ത് പറഞ്ഞാൽ തീരാന്ന് മാത്രമല്ലേ ഉള്ളൂ, അങ്ങനെ മാത്രം അത് തീർന്നുകൂടെ, അല്ലെങ്കിൽ നിനക്കങ്ങനെ ചിന്തിക്കാതിരുന്നുകൂടെ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ആ ഒരു വ്യക്തിക്ക് ആ ഒരു പ്രോബ്ലം സിവിയറിറ്റി ഫീൽ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പം അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത് പുറത്തോട്ട് വരുന്നത്. അത് ഡിസ്കസ് ചെയ്ത് പുറത്ത് വരുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ഐഡിയൽ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലെ ഒന്ന് കൺസൾട്ട് ചെയ്യുന്നത് തെറ്റില്ലാത്തൊരു കാര്യമാണ്. കാരണം പലപ്പോഴും പേരൻസിൻ്റെ അടുത്ത് ഫുള്ളായിട്ട് ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റാറില്ല. ഓർ ആ പേരൻസിൻ്റെ പലപ്പോഴും ആ ഒരു ചില പ്രീ കൺസീവ്ഡ് നോഷൻസ് കൊണ്ട് അവർക്ക് ചിലപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കാനും പൂർണ്ണമായിട്ട് പറ്റത്തില്ല. പിന്നെ അവിടെയും ഞാൻ ടെർമിനോളജീസിൻ്റെ ഇതുണ്ട്. പലവരും മൂഡ് ഓഫ് എന്ന് പറയുന്നതിന് വരെ ഇപ്പോൾ ഡിപ്രഷൻ അല്ലെങ്കിൽ പാനിക് ഇതുപോലത്തെ വേർഡ്സ് റാൻഡം ആയിട്ട് അവിടെ ഇവിടെ എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ ഉപയോഗിക്കുന്ന അവർ ഡിപ്രഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു സൈക്കാട്രിസ്റ്റിന് മുമ്പിൽ ചെന്ന് വരുമ്പോഴത്തേക്ക് ഡിപ്രഷനായിട്ടുള്ള ഡയഗ്നോസിസ് ആയിട്ട് ഒരിക്കലും മാച്ച് ആവത്ത് പോലുമില്ല. അവരവരുടെ പ്രശ്നങ്ങളെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടെർമിനോളജി മാത്രമായിട്ട് അതിനെ കണക്കാക്കാൻ പറ്റുള്ളൂ, അവർ ഉപയോഗിക്കുന്ന എല്ലാ വാക്കുകളും. പക്ഷെ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിൽ, കംപ്ലൈൻറ്റ് ഫാമിലിയുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഇറ്റ് വാറൻറ്റ്സ് അറ്റൻഷൻ ആൻഡ് ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും പറഞ്ഞു. ഡോക്ടർ, ഇപ്പോൾ ഒരു ക്ലിനിക്കൽ സെറ്റപ്പിൽ ഇപ്പോൾ ജെൻസീസ് എന്ന് പറയുന്ന ജനറേഷൻ യൂസ് ചെയ്യുന്ന പല വേർഡ്സും അല്ലെ അവർ നെയിം ചെയ്യുന്ന പല പല ഫാക്ടേഴ്സും പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റാറുണ്ടോ? ജെൻസീസിനെക്കാട്ടിലും ചാലഞ്ചിങ് ആണ് ജെൻ ആൽഫ. ഇപ്പോൾ അല്ല, ബേസിക്കലി ഒരു റിലേഷൻഷിപ്സിനെ പറ്റി അവർ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡ്സ് ഇപ്പം സിറ്റുവേഷൻഷിപ്പ് എല്ലാം പിന്നെയും മനസ്സിൽ ഓർത്തെടുക്കാൻ പറ്റുന്നൊരു വാക്ക് മാത്രം. പല വാക്കുകളും അർത്ഥം മനസ്സിലാവും, നമുക്കത് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഇനിയില്ല എങ്കിൽ നമ്മൾ ഒരു urban ഡിക്ഷണറി ഒരു പുതിയ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അർത്ഥം മനസ്സിലാക്കാം. കുറേ ടെർമിനോളജീസ് കൊണ്ടിരുന്നു. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്സ് അല്ല. മനുഷ്യൻ ഉണ്ടായ കാലം തൊട്ട് എല്ലാ തരം റിലേഷൻഷിപ്സും അന്നും ഇന്നും ഉണ്ട്. ഇപ്പോൾ കുറേ ടെർമിനോളജീസും ഉണ്ട് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ പക്ഷേ കൂടുതൽ അവർ റിലേഷൻഷിപ്സ് എക്സ്പ്ലോർ ചെയ്യുമ്പം അതിനകത്തുള്ള ചലഞ്ചസ് ഡെഫിനറ്റ്ലി കൂടുതൽ വരാറുണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട്. കാരണം പണ്ടത്തെ മോറൽ കൺസ്ട്രെയിൻസിനകത്ത് നിന്നുകൊണ്ട് പലവരും കുറേ
എസ്റ്റാബ്ലിഷ്ഡ് റിലേഷൻഷിപ്പ് പാറ്റേൺസ് ഉണ്ടായിരുന്നു, അതായിരുന്നു കൂടുതൽ ആൾക്കാർ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനത്തെ മോറൽ കൺസ്ട്രെയിൻസിൽ നിന്ന് കുറച്ചും കൂടെ റിലീവ്ഡ് ആയിട്ട് അവരത് എക്സ്പ്ലോർ റിലേഷൻഷിപ്സ് മോർ. സോ ഡെഫിനറ്റ്ലി എക്സ്പ്ലോർ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ പോസിറ്റീവ്സും ഉണ്ടാവും, അതിൻ്റെ നെഗറ്റീവ്സും ഉണ്ടാവും. അപ്പോൾ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ ലെവലിലേക്ക് ഇറങ്ങി വരേണ്ടതായിട്ട് വരാറുണ്ടോ? ഡെഫിനറ്റ്ലി ഏത് വ്യക്തിയുടെ അടുത്ത് നമ്മൾ ഒരു ഇൻട്രാക്ട് ചെയ്യുമ്പോഴും അവർക്ക് നമ്മളിൽ നിന്നൊരു ഹെൽപ്പ് കിട്ടണമെങ്കിൽ അവർക്ക് നമ്മളിലൊരു ട്രസ്റ്റ് ഫാക്ടർ വരണം, നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റണം, റാപ്പോ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടാവണം. സോ ഒരു ജെൻ ആൽഫ വരുവാണെങ്കിൽ ജെൻ ആൽഫയുടെ ലെവലിലോട്ട് ഇറങ്ങണം. 80 വയസ്സുള്ള അപ്പച്ചനോ അമ്മച്ചിയോ വരുവാണെങ്കിൽ ആ ലെവലിലോട്ട് നമ്മൾ ചാടണം. ഡോക്ടർ, ഇപ്പോൾ നമുക്ക് ഇപ്പോൾ പറഞ്ഞതെല്ലാം മൂഡ് ഡിസോർഡേഴ്സ് ആണ്, പക്ഷേ ഇതിനകത്ത് എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ് സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് ഒക്കെ. ഇപ്പോൾ സ്കിസോഫ്രീനിയ പോലെയുള്ള വാക്കൊക്കെ വളരെ പേടിയോടുകൂടിയാണ് ആളുകൾ പെർസീവ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് ഒരു വേറൊരു ടൈപ്പ് ഓഫ് ഡിസോർഡേഴ്സ് തന്നെയാണ്. ഇപ്പം പറഞ്ഞതുപോലെ ഒരു നമുക്ക് റിയാലിറ്റിയിൽ നിന്ന് ടച്ച് നഷ്ടപ്പെട്ടു പോകുന്ന ടൈപ്പ് ഓഫ് ഒരു ലക്ഷണങ്ങളുള്ള ഡിസോർഡേഴ്സാണ്. ഉദാഹരണത്തിന് ഇപ്പം ഡെല്യൂഷൻസ്, ഹാലൂസിനേഷൻസ് എന്നുള്ള വാക്കുകളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടാവും, കോമൺ ആയിട്ട് യൂസ് പോലും ചിലപ്പോൾ ആൾക്കാർ ചെയ്യുന്നുണ്ടാവും. ഡെല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറ്റായിട്ടുള്ളൊരു ധാരണ ഒരു മനുഷ്യൻ്റെ ചിന്തപ്പാടിൽ കയറി വരുന്നു. ആ വ്യക്തി പക്ഷെ അതിൽ ഉറച്ചു വിശ്വസിക്കുന്നു, അത് ഒരു രീതിയിലും എന്ത് തെളിവ് കൊടുത്തു കഴിഞ്ഞാലും ആ ചിന്ത തെറ്റാണെന്ന് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. അതാണ് ഡെല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം പലതരം ഡെല്യൂഷൻ ഉണ്ടാവും. ഇപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ മുമ്പിലിരിക്കുന്ന താങ്കൾ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ്, എന്നെ കൊല്ലാൻ വരികയാണ് എന്നുള്ളൊരു തോട്ട് പ്രോസസ്സാണ്. ഇൻ റിയാലിറ്റി താൻ വളരെ ഹാപ്പി ആയിട്ട് എൻ്റെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യുകയാണെങ്കിൽ പോലും എനിക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ അതിനെ ഒരു ഡെല്യൂഷൻ ഓഫ് പെർസിക്യൂഷൻ എന്ന് പറയും. ഇപ്പം ഞാൻ പുറത്തോട്ടെല്ലാം ഇറങ്ങുന്നു, ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെല്ലാം എന്നെ ശ്രദ്ധിക്കുന്നു, എന്നെ കേന്ദ്രീകരിച്ചാണ് അവരുടെ എല്ലാം നോട്ടം, ആൾക്കാരെന്നെ ഫോളോ ചെയ്തു വരുന്നു എന്നെല്ലാം ഉള്ളൊരു ചിന്തകളെല്ലാം വരികയാണെങ്കിൽ ചിലപ്പോൾ ഡെല്യൂഷൻ ഓഫ് റെഫറൻസ് എന്നാണ് അതിനെ പറയുന്നത്. പിന്നെ പലതരം ഡെല്യൂഷൻസ് ഉണ്ട്. ഇപ്പം സംശയ രോഗം എന്ന് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത്, ഒരു സ്പൗസിനെ സംശയിക്കുന്നു, വേറെ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ വല്ലതും ഉണ്ടോ എന്നെല്ലാം ഡെല്യൂഷൻ ഓഫ് ഇൻഫിഡിലിറ്റി എന്ന് പറയും. ഒരു വ്യക്തിക്ക് നമ്മളോട് ഇഷ്ടമുണ്ടെന്ന് ഒരു ഡെല്യൂഷൻ പോലെ വിശ്വസിക്കുന്നത്, ഇഷ്ടമില്ല എന്നാൽ പോലും ഇഷ്ടമുണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഡെല്യൂഷൻ ഓഫ് ലവ്, ഡെല്യൂഷൻ ഓഫ് സിൻ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഞാനെന്തോ വലിയ തെറ്റുകാരനാണ്, തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞു വരുന്ന ഒരു അവസ്ഥയ്ക്കാണ് ഡെല്യൂഷൻ ഓഫ് സിൻ എന്ന് പറയുന്നത്. അപ്പം ഡെല്യൂഷൻസ് ഒരു റിയാലിറ്റിയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. ഇതുപോലെ തന്നെയാണ് ഹാലൂസിനേഷൻ എന്ന് പറയുന്നൊരു വേറൊരു ലക്ഷണം. ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് 5 സെൻസ് ഓർഗൻസ് ഉണ്ട്: കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, ത്വക്ക്. സോ ഈ 5 സെൻസ് ഓർഗൻസിലൂടെയും നമ്മൾ ഈ ലോകത്തിനെ പെർസീവ് ചെയ്യുന്നു. നമുക്ക് ഒരു സ്റ്റിമുലസ് ഉണ്ട് പുറത്ത്, ആ സ്റ്റിമുലസിൽ നിന്നാണ് നമുക്ക് ഈ 5 സെൻസ് ഓർഗൻസ് വഴിയും ഇൻഫർമേഷൻ നമുക്ക് ബ്രെയിനിലെത്തിയിട്ട് ബ്രെയിനിൽ റിലേഡ് ആയിട്ട് ബ്രെയിൻ പറഞ്ഞു തരുന്നത്, ഓക്കെ നീ ഇതാണ് കാണുന്നത് അല്ലെങ്കിൽ നീ ഇതാണ് കേൾക്കുന്നത് എന്ന് പറയുന്നത്. പക്ഷേ ഹാലൂസിനേഷൻ എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് ഉള്ള സമയത്ത് ഈ എക്സ്റ്റേണൽ സ്റ്റിമുലൈ ഉണ്ടാവത്തില്ല. വെളിയിലൊരു വ്യക്തി കാണാനുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു സ്മെല്ലുണ്ടാവത്തില്ല, അല്ലെങ്കിൽ ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരു സോഴ്സോ ഒരു വ്യക്തിയോ ഉണ്ടാവില്ല, പക്ഷേ അതുപോലെ തന്നെ അനുഭവം ഉണ്ടാവും. അപ്പം ഈ 5 സെൻസ് ഓർഗൻസിൻ്റെ പാത്വേ വഴി ഉണ്ടാവുന്ന ഹാലൂസിനേഷൻസ് 5 തരമാണ്. ഇല്ലാത്ത ഒരു ശബ്ദം കേൾക്കുകയാണെങ്കിൽ ഓഡിറ്ററി ഹാലൂസിനേഷൻസ് എന്ന് പറയും. ഇല്ലാത്തതിനെ കാണുന്ന ഒരു സാഹചര്യത്തിൽ വിഷ്വൽ ഹാലൂസിനേഷൻസ് എന്ന് പറയും. ഇല്ലാത്തത് സ്പർശനം അനുഭവിക്കുകയാണെങ്കിൽ ടാക്ടൈൽ ഹാലൂസിനേഷൻസ്. ഇല്ലാത്തത് സ്മെല്ല് അനുഭവിക്കുകയാണെങ്കിൽ ഓൾഫാക്ടറി ഹാലൂസിനേഷൻ. ടേസ്റ്റ് അനുഭവിക്കുകയാണെങ്കിൽ ഗസ്റ്റേറ്ററി ഹാലൂസിനേഷൻസ് പറയും. സോ ഇതിനകത്ത് വിഭ്രാന്തി തലത്തിലുള്ള അസുഖങ്ങളിൽ കണ്ടുവരുന്നത് കൂടുതലും ഓഡിറ്ററി ഹാലൂസിനേഷൻസും വിഷ്വൽ ഹാലൂസിനേഷൻസുമാണ് കൂടുതൽ. സോ അപ്പം ഡെല്യൂഷൻസും ഹാലൂസിനേഷൻസും പോലെയുള്ള ലക്ഷണങ്ങൾ കൂടുതലുള്ള ടൈപ്പ് ഓഫ് അസുഖങ്ങളെയാണ് സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് പല ടൈപ്പ് ഓഫ് സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് ഉണ്ട്. സ്കിസോഫ്രീനിയ ഒരു വൺ ഓഫ് ദ അല്ലെങ്കിൽ ദ മോസ്റ്റ് സിവിയർ ഫോം ഓഫ് സൈക്കോട്ടിക് ഡിസോർഡർ എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. നേരത്തെ പറഞ്ഞ മൂഡ് ഡിസോർഡേഴ്സും സൈക്കോട്ടിക് ഡിസോർഡേഴ്സും തമ്മിൽ ഒന്ന് ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ, മൂഡ് ഡിസോർഡേഴ്സിനകത്ത് വലിയ ഡിറ്റീറിയേഷൻ സംഭവിക്കുന്നില്ല, പക്ഷേ സൈക്കോട്ടിക് ഡിസോർഡേഴ്സിനകത്ത് ഡിറ്റീറിയേഷൻ സംഭവിക്കുന്നു. ആളുടെ ഒരു കഴിവുകൾക്കെല്ലാം ഒരു കുറവ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എല്ലാത്തിലും അല്ല, എന്നാൽ കുറച്ച്. സൈക്കോട്ടിക് ഡിസോർഡേഴ്സിൻ്റെ ടൈപ്പ് പറയുകയാണെങ്കിൽ പെട്ടെന്ന് മാത്രം വരുന്ന ഒരു വിഭ്രാന്തി വരുന്നു, അത് വിട്ടുപോകുന്നു, പിന്നീട് ജീവിതത്തിൽ ഉണ്ടാവുന്നില്ല, അങ്ങനെയെല്ലാം ഉണ്ടാക്കിയാൽ അങ്ങനത്തെ ഒരു അക്യൂട്ട് സൈക്കോസിസ് എന്ന് പറയും. ഇല്ലെങ്കിൽ സ്കിസോഫ്രീനിയ എന്നുള്ള ഒരു ഡയഗ്നോസിസ്, ഒരു
നീണ്ട നാളത്തെ ഒരു അസുഖമാണ് സ്കിസോഫ്രീനിയ എന്നുള്ള ഒരു അവസ്ഥ. പിന്നെ ഡെല്യൂഷണൽ ഡിസോർഡേഴ്സ്, നേരത്തെ പറഞ്ഞ സംശയ രോഗം എന്ന് പറയുന്നത്, അതിൽ ഡെല്യൂഷൻസ് മാത്രമായിരിക്കും കൂടുതൽ ഉണ്ടാവുക, ഹാലൂസിനേഷൻസ് കുറവായിരിക്കും. അങ്ങനത്തെ ഒരു ഡിസോർഡറിന് ഡെല്യൂഷണൽ ഡിസോർഡർ എന്ന് പറയും. ഇതെല്ലാമാണ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന സൈക്കോട്ടിക് ഡിസോർഡേഴ്സ്. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ഈ വടക്ക് നോക്കിയന്ത്രം എന്ന് പറയുന്ന സിനിമയൊക്കെ കണ്ടിട്ടത്, അപ്പോൾ അതിലെ മെയിൽ ക്യാരക്ടറിന് സ്പൗസിനോട് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സംശയം ഉണ്ടാവുന്നുണ്ട്. അതെ. അപ്പോൾ ഇത് സ്കിസോഫ്രീനിയയുടെ ലക്ഷണമായിട്ട് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ. അപ്പം ഇങ്ങനെയുള്ള അസുഖങ്ങളുള്ള ആളുകൾ എങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പിൽ ഹെൽത്തി ആയിട്ട് സസ്റ്റെയിൻ ചെയ്യുക? വടക്കുനോക്കിയന്ത്രം ഇപ്പോഴും വളരെ എപ്പോഴും കോണ്ടെക്സ്റ്റിൽ വരുന്നതാണ്. പലപ്പോഴും പേഷ്യൻസ് പോലും അവരുടെ പ്രശ്നങ്ങളെ പറ്റി പറയാൻ വേണ്ടി വരുമ്പോഴത്തേക്ക് അവർ യൂസ് ചെയ്യുന്ന ഒരു റെഫറൻസ് തന്നെയാണ്. പക്ഷേ അത് സ്കിസോഫ്രീനിയ എന്നുള്ളൊരു ഡയഗ്നോസിസിനെക്കാട്ടിലും ഒരു ഡെല്യൂഷണൽ ഡിസോർഡർ എന്നുള്ളൊരു ഡയഗ്നോസിസ് ആണ് അവിടെ മോർ അപ്രോപ്രിയേറ്റ് എൻ്റെ ഓർമ്മയിൽ. കാരണം ആ വ്യക്തിക്ക് ഡെല്യൂഷൻസാണ്, ഭാര്യയ്ക്ക് വേറെ ബന്ധമുണ്ട് എന്നുള്ളൊരു തെറ്റായ ധാരണയാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിന് അവിടെ ഹാലൂസിനേഷൻസ് ആയിട്ട് ആളെ കാണുന്നെന്നോ അല്ലെങ്കിൽ എന്തോ ഒരു വാഴയുടെ ഒരു സീനുണ്ട്, പക്ഷേ അതൊരു ഹാലൂസിനേഷൻ ആണെന്ന് തോന്നുന്നില്ല, ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. കൂടുതലും ശബ്ദം കേൾക്കുന്നതായിട്ടുള്ള ഓഡിറ്ററി ഹാലൂസിനേഷൻസോ അങ്ങനെയൊന്നുമില്ല. സോ അതൊരു ഡെല്യൂഷണൽ ഡിസോർഡർ എന്നുള്ളൊരു ഡയഗ്നോസിസ് ആയിരിക്കും അർഹിക്കുന്നത്. ആൻഡ് ഇപ്പം സ്കിസോഫ്രീനിയക്കകത്ത് തന്നെ ഇപ്പം പണ്ട് പറയുമായിരുന്നു, പല സബ് ടൈപ്സ് ഓഫ് സ്കിസോഫ്രീനിയ പറയാറുണ്ടായിരുന്നു. പാരനോയിഡ് സ്കിസോഫ്രീനിയ, കാറ്ററ്റോണിക് സ്കിസോഫ്രീനിയ, ഹെബിഫ്രനിക് സ്കിസോഫ്രീനിയ, സിമ്പിൾ, അൺഡിഫറൻഷിയേറ്റഡ്, അങ്ങനെയല്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ക്ലാസിഫിക്കേഷൻ വെച്ച് സ്കിസോഫ്രീനിയ എന്ന് മാത്രമാണ് അതിന് പറയുക. സബ് ടൈപ്സിന് പ്രസക്തി ഇല്ലാതായിട്ടുണ്ട്. ഡോക്ടർ, ഇപ്പോൾ റിലേഷൻഷിപ്സിലൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണറിനെ സംശയിക്കുക, അവരുടെ സോഷ്യൽ മീഡിയ ആക്സസുകളൊക്കെ വാങ്ങിക്കുക, അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും കാര്യങ്ങളിൽ നിന്ന് റെസ്ട്രിക്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ കുറച്ചൊക്കെ ആളുകളിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും ഈ പറയുന്ന ഒരു അവസ്ഥയും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? സംശയം ആണ് ഇവിടുത്തെ ബേസ് ആയിട്ടുള്ള ഫാക്ടർ. സംശയം ഒരു മനുഷ്യനുണ്ടാവാവുന്ന നോർമൽ വികാരമാണ്. അളവ് തെറ്റി സംശയം ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷനെ പറ്റിയാണ് ഇപ്പം അർച്ചന സംസാരിക്കുന്നത്. അളവ് തെറ്റി സംശയം ഒരു വ്യക്തിക്ക് എല്ലാത്തിനെ പറ്റിയും ഒരു വ്യക്തിത്വത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടാവാം. നമ്മുടെ ഒരു വ്യക്തിത്വം എന്ന് പറയുന്ന ഒരു അറൌണ്ട് 16 years ഓഫ് ഏജ് എല്ലാം ആകുമ്പോഴാണ് ഒരു പേഴ്സണാലിറ്റി ഒന്ന് ഫോം ആയി വരുന്നത്. ആ വ്യക്തിത്വത്തിന്റെ ഭാഗമായിട്ട് എല്ലാവരെയും ഒരു സംശയത്തോടെ കാണുക, എവിടെയെന്നെങ്കിലും പണി കിട്ടുമോ എന്നുള്ള രീതിയിലാണ് മിക്ക സിറ്റുവേഷനെ അപ്രോച്ച് ചെയ്യുക. ഒരു വിശ്വാസക്കുറവ്, ഈ ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും കൂടുതലും എല്ലാ ഇൻട്രാക്ഷൻസിലും ആ വ്യക്തി യൂസ് ചെയ്യുക. സോ നാച്ചുറലി ഒരു റിലേഷൻഷിപ്പിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ആ റിലേഷൻഷിപ്പിൽ സംശയം തോന്നും. ഒരു വർക്കിൽ ചെല്ലുവാണെങ്കിൽ കൊളീഗ്സ് അവിടെ പാര വെക്കുന്നു എന്നുള്ളൊരു സംശയമായിരിക്കും. സോ അങ്ങനെ ഒരു സംശയം കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയ്ക്ക് ഒരു പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ളൊരു ഡയഗ്നോസിസ് ചിലപ്പോൾ ഉണ്ടായേക്കാം. പാരനോയിഡ് പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ഒരളവിനപ്പുറം ഉണ്ടാവുമ്പോൾ, ലക്ഷണങ്ങൾ ഒരളവിനപ്പുറം ഉണ്ടാവുമ്പോൾ മാത്രമാണ് പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുക. അപ്പം ഈ ഒരു പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിയുടെ കൂടെ ഉള്ളൊരു ജീവിതം വളരെ ദുസ്സഹ്യമായിരിക്കും. കാരണം എല്ലാ ആക്ഷൻസിനെയും സംശയിക്കുന്നു, ചോദ്യങ്ങളിൽ വീർപ്പ് മുട്ടിക്കുന്നത് മാത്രമായിരിക്കില്ല, കുറച്ചും കൂടെ കൺട്രോളിങ് ആയിട്ടുള്ള ഒരു നേച്ചറും എല്ലാം ഉണ്ടാവാം. പക്ഷേ ഒരു ഡെല്യൂഷണൽ ഇത് സംശയങ്ങൾ കൂടുന്ന ഒരു സാഹചര്യം ഡെല്യൂഷണൽ ഡിസോർഡറിന്റെ ഭാഗമായിട്ടും വരാം. അപ്പം അവിടെയും ഡെല്യൂഷണൽ ഡിസോർഡർ സംശയിക്കുന്നത് നമ്മുടെ ഫെയ്ത്ത്ഫുൾനെസ് ടു സ്പൗസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു മാരിറ്റൽ ലൈഫിനകത്ത് കോൺഫ്ലിക്ട്സ് ഉണ്ടാവും, കഷ്ടപ്പാടായിരിക്കും. അത് പരിഹരിക്കാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സർവൈവ് ചെയ്ത് പോകാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അത് മെഡിക്കേഷൻസ് ആവശ്യം വരുന്നൊരു പ്രോബ്ലമാണ്. ഡെല്യൂഷണൽ ഡിസോർഡർ ഡെഫിനറ്റ്ലി മെഡിക്കേഷൻസ് ഡിസേർവ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ്. മെഡിക്കേഷൻസ് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവാൻ നല്ല സാധ്യതയുള്ള ഒരു പ്രോബ്ലമാണ്. പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ പറ്റി നമുക്ക് അത്രയും അങ്ങനെ പറയാൻ പറ്റില്ല. അതൊരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിൽ പെടില്ല. പാരനോയിഡ് ആണ്, പക്ഷേ ഇതൊരു പേഴ്സണാലിറ്റി, വ്യക്തിത്വത്തിന്റെ പ്രശ്നമാണ്. വ്യക്തിത്വത്തിന്റെ ഏത് പ്രശ്നങ്ങൾ, വേറെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സും ഉണ്ട്. വ്യക്തിത്വത്തിന് ഏത് പ്രശ്നങ്ങളാണെങ്കിലും അതിന് മരുന്നുകൾക്ക് അവിടെ റോള് കുറവാണ്. അവിടെ ഒരു സൈക്കോളജിക്കൽ ഹെൽപ്പ്, ഒരു സൈക്കോതെറാപ്പിക്കാണ് കുറച്ചും കൂടെ റോൾ ഉള്ളത്. ആൻഡ് അതിൽ ആ ഒരു വ്യക്തിക്ക് അത് മനസ്സിലായി അതിൽ മാറ്റം വരുത്താനായിട്ടുള്ള ശ്രമം ആ വ്യക്തി നടത്തുകയാണെങ്കിൽ മാത്രമാണ് കുറച്ച് മെച്ചം ഉണ്ടാവുക. മെഡിസിൻസിന് ചെറിയ റോളുണ്ട് ഇൻ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്. ലക്ഷണങ്ങളുടെ തീവ്രത കുറയ്ക്കാനും ചില ഒരു സിംറ്റംസിനെ ഒന്ന് മോഡിഫൈ ചെയ്യാനും അത്രമാത്രം. നോട്ട് ലൈക്ക് ഒരു സൈക്കോട്ടിക് ഡിസോർഡർ ഓർ എ മൂഡ് ഡിസോർഡർ വേർ മെഡിസിൻ സിഗ്നിഫിക്കൻറ്റ് റോളാണ്.
ഓക്കെ. ഡോക്ടർ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന ആളുകൾ ഭയത്തോടു കൂടി കേൾക്കുന്നത് തന്നെ ഈ ബൈസ്റ്റാൻഡേഴ്സ് ആണ്. കാരണം ഈ രോഗിക്ക് ഈ അവസ്ഥ മനസ്സിലാവില്ല എന്ന് ഡോക്ടർ ആദ്യം പറഞ്ഞല്ലോ. അത് അപ്പം മിക്ക സൈക്കോട്ടിക് ഡിസോർഡേഴ്സിലും രോഗികൾക്ക് ഉൾവിളി നഷ്ടപ്പെടും. ഉൾവിളി നമ്മൾ ഇൻസൈറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇൻസൈറ്റ് അബൌട്ട് ദ ഇൽനെസ് ദാറ്റ് എനിക്കൊരു പ്രശ്നമുണ്ട്. ഇൻസൈറ്റ് എന്ന് പറയുന്ന ഒരു 2-3 ഘടകങ്ങളാണ്. എനിക്ക് ഇതുപോലത്തെ ലക്ഷണങ്ങളുണ്ട്. ഈ ലക്ഷണങ്ങളെല്ലാം ഒരു മാനസികാസുഖത്തിൻ്റെ ഭാഗമാണ്. ഈ മാനസികാസുഖത്തിന് ഞാനൊരു ചികിത്സ എടുക്കണം. ഈ ഫാക്ടേഴ്സ് എല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോഴാണ് നമ്മൾ ഇൻസൈറ്റ് എന്ന് പറയുക. കെയർ ഗിവർ ബർഡൻ എന്നാണ് നമ്മൾ കോമൺലി അത് ആ ടെർമിനോളജി നമ്മൾ ഈ പറയുന്നത്. സൈക്കോട്ടിക് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ ഫാമിലി മെമ്പേഴ്സോ കെയർ ഗിവേഴ്സിന് ഒരു ഒരു ആ വ്യക്തിക്ക് ഉൾവിളി നഷ്ടപ്പെടുന്ന നിമിഷങ്ങളുണ്ടാവും. ചികിത്സിച്ച് ഭേദമാവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. പക്ഷെ ഉൾവിളി നഷ്ടപ്പെടുന്ന സമയത്ത് മരുന്നുകൾ കൊടുക്കാനും ഡോക്ടറിനെ ഫോളോ അപ്പിന് കാണിക്കാനും എല്ലാം ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാവും. ആൻഡ് മിക്ക സൈക്കോട്ടിക് ഡിസോർഡേഴ്സും ഇപ്പം ഡെല്യൂഷണൽ ഡിസോർഡർ കുറച്ച് പ്രൊലോങ്ഡ് ആയിട്ടുള്ളൊരു കോഴ്സ് ഉണ്ടായേക്കാം. സ്കിസോഫ്രീനിയ ജനറലി അല്ല ലോങ് കോഴ്സ് ഇൽനെസ് ആണ്. അക്യൂട്ട് സൈക്കോസിസ് മാത്രം അതിനകത്ത് പറഞ്ഞിട്ടുള്ളതിനകത്ത് അക്യൂട്ട് സൈക്കോസിസ് മാത്രമാണ് ഒരു ഷോർട്ട് ടേം ഇൽനെസ് ആയിട്ട് പറയാം. മിക്ക സൈക്കോട്ടിക് ഡിസോർഡേഴ്സും കുറച്ച് ലോങ് ടേം മെഡിക്കേഷൻസ് റിക്വയർ ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ ഫാമിലിയുടെ ഡിഫിക്കൽട്ടീസ് കൂടുകയും ചെയ്യും. ഇപ്പോൾ സ്കിസോഫ്രീനിയയിൽ പല പേഷ്യൻസിനും ലൈഫ് ലോങ് മെഡിക്കേഷൻസ് വേണം. ഒരു ഡിറ്റീറിയേറ്റിംഗ് കോഴ്സ് ആയിരിക്കും. ആ വ്യക്തിക്ക് കഴിവുകൾ ഉള്ള ബുദ്ധിമുട്ടുകൾ വരുന്നതിൻ്റെ ഭാഗമായിട്ടൊരു ജോലി ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല, ഒരു ഇൻകം ഉണ്ടാവത്തില്ല. അപ്പോൾ ഫാമിലിയുടെ മുകളിൽ ഫാമിലിയിൽ നിന്ന് കൂടുതൽ സപ്പോർട്ട് വേണ്ടി വരും. നോട്ട് ജസ്റ്റ് മെഡിക്കേഷൻസും ബാക്കിയുള്ള കാര്യത്തിനും ഫിനാൻഷ്യൽ ആൻഡ് ഡേ ടു ഡേ ലിവിങ്ങിന് പോലും. ചില കണ്ടീഷൻസിൽ സെൽഫ് കെയർ, സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പോലും പ്രാപ്തി കുറഞ്ഞു വരും. അപ്പോൾ അവിടെയും കൂടുതൽ ഹെൽപ്പ് ഫാമിലിയുടെ സൈഡിൽ നിന്ന് വേണ്ടി വരും. ഈ ഒരു എൻറ്റിറ്റിക്ക് സബ്സ്റ്റൻസ് ഇൻഡ്യൂസ് സൈക്കോസിസ് എന്നാണ് നമ്മൾ പറയുന്നത്. കണ്ടമാനം കോമൺ ആണ് സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് യൂസ് ഉള്ളത്. എല്ലാ സബ്സ്റ്റൻസ് ഇപ്പം നിക്കോട്ടിനൊന്നും സബ്സ്റ്റൻസ് ഇൻഡ്യൂസ് സൈക്കോസിസ് പറയാറില്ല. പക്ഷേ ആൽക്കഹോൾ, കാനബിസ്, സ്റ്റിമുലൻസ്, ഇപ്പം MDMA, മെത്താംഫെറ്റമിൻ അല്ലെങ്കിൽ ഹാലൂസിനോജൻസ് ആയിട്ടുള്ള സൈക്കഡലിക് ഡ്രഗ്സ്, LSD, ഇതിനെല്ലാത്തിനും സബ്സ്റ്റൻസ് ഇൻഡ്യൂസ് സൈക്കോസിസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ ഹൈ ആണ്. ആൽക്കഹോൾ ലോങ് ടേം യൂസിൽ നമ്മൾ കോമൺ ആയിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ കാനബിസ് യൂസിലും കണ്ടുവരാറുണ്ട്. സ്പൗസിനോടുള്ള ഒരു ഫെയ്ത്ത്ഫുൾനെസ്സിലുള്ള ഒരു ഡൗട്ട്, ഡെല്യൂഷൻ ഓഫ് ഇൻഫിഡിലിറ്റി എന്ന് പറയുന്നത് ആൽക്കഹോൾ ഒരു ലോങ് ടേം യൂസിൽ കുറച്ചും കൂടെ കൂടുതൽ കണ്ടുവരാറുണ്ട്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ കേരളത്തിലെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസ് യങ്ങർ ജനറേഷനിൽ വളരെ കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇതിനൊക്കെ അഡിക്റ്റ് ആയി കഴിയുമ്പോൾ അവരുടെ ഫ്യൂച്ചറിൽ അവർക്ക് എന്തൊക്കെ ചലഞ്ചസ് ആയിരിക്കും ഫേസ് ചെയ്യേണ്ടി വരിക? ചെറിയ കുട്ടികൾ കൂടുതൽ അഡിക്റ്റഡ് ആവാനുള്ള ടെൻഡൻസി അവരുടെ ബ്രെയിൻ സ്റ്റിൽ ഒരു ഡെവലപ്പിംഗ് ഫേസിലാണ്, അഡോളസൻസ് പീരീഡിൽ. അപ്പം ആ ഒരു ബ്രെയിനിലോട്ട് ഒരു സിഗ്നിഫിക്കൻറ്റ് ഹൈ, ഒരു എനർജി, ഒരു ബേസിക്കലി സന്തോഷവും ഹാപ്പിനെസ്സും എല്ലാം ഒരു എൻഡ് റിസൾട്ട്, ഒരു ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ഒരു എൻഡ് റിസൾട്ടായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് ഡോപ്പമിൻ റഷ് തരുന്ന സാധനങ്ങളാണ് ഈ ലഹരി പദാർത്ഥങ്ങളെല്ലാം. നമ്മൾ സാധാരണ രീതിയിൽ ലൈഫിലുള്ള എൻജോയ്മെൻറ്റ്സ്, ഫുഡും എക്സസൈസോ അങ്ങനത്തെ സാധനമെല്ലാം ഡോപ്പമിനെ ഒരു ചെറിയ കുന്നുകയറ്റുമെങ്കിൽ കഞ്ചാവോ അല്ലെങ്കിൽ MDMAയോ മെത്തോ എല്ലാം ഒരു വലിയൊരു മൗണ്ട് എവറസ്റ്റ് കയറ്റുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അവർക്കുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആ ഒരു ചെറിയ ബ്രെയിൻ, ഒരു ഗ്രോയിങ് ബ്രെയിൻ അത് ഒന്ന് എൻജോയ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് അതിൻ്റെ പുറകെയുള്ള ഒരു യാത്രയായിരിക്കും കൂടുതലും ഉണ്ടാവുക. ചെറിയ പ്ലഷേഴ്സ് ഇൻ ലൈഫിനെ എല്ലാം നമ്മൾ ഒന്ന് ഡിസ്റിഗാർഡ് ചെയ്ത് ഇതുപോലെ സിഗ്നിഫിക്കൻറ്റ് ഹൈസ് കിട്ടുന്ന ഒരു ലഹരി പദാർത്ഥങ്ങളുടെ പുറകെയുള്ള ഒരു യാത്ര തുടങ്ങും. ആൻഡ് ഇങ്ങനെ ഒരു സബ്സ്റ്റൻസ് യൂസ് എന്തായാലും ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നതിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള ഹൈ ആണ് ഇവർ ആഗ്രഹിക്കുന്നതെങ്കിലും അതിൻ്റെ നെഗറ്റീവ് എഫക്റ്റ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തായാലും അനുഭവിക്കേണ്ടി തന്നെ വരും. അതിൻ്റെ നെഗറ്റീവ് എഫക്ട്സിൽ സബ്സ്റ്റൻസ് ഇൻഡ്യൂസ് മൂഡ് പ്രോബ്ലംസ് ഉണ്ടാവാം, ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടാവാം, സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് ഉണ്ടാവാം, അതുകൊണ്ടുണ്ടാകുന്ന റെക്ലെസ് ബിഹേവിയർ, ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസ് ഉണ്ടാവാം, ഇഷ്ടംപോലെ പ്രോബ്ലംസ് ഉണ്ടാവാം. ലൈഫിൽ വർക്കിലും ഒരു സോഷ്യൽ ഇമേജിലും എല്ലാം ഉണ്ടാകുന്ന വിള്ളലുകൾ വേറെ. ഇത് സ്വയം മനസ്സിലാക്കി വന്നിട്ട് റിക്കവറൊക്കെ ആവണമെങ്കിൽ എത്ര ടൈം എടുക്കും? അതായത് ഈ സബ്സ്റ്റൻസിന്റെ എല്ലാ എഫക്റ്റും നമ്മുടെ ബോഡിയിൽ നിന്നും മൈൻഡിൽ നിന്നൊക്കെ പോകാനായിട്ട്. ബോഡിയിൽ നിന്ന് പോകുക എന്ന് പറയുന്നത് ഇസ് എ സിമ്പിൾ തിങ്. നമ്മളിപ്പോൾ ഒരു ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നമ്മുടെ അതിനെ മെറ്റബോളൈസ് ചെയ്ത് ക്ലിയർ ചെയ്യുന്നതിന് ഒരു ബോഡിക്ക് ഒരു പീരീഡ് ഉണ്ട്.
റേഞ്ചിങ് ഫ്രം മേ ബി എ കപ്പിൾ ഓഫ് ഡേയ്സ് അല്ലെങ്കിൽ അത്രയെല്ലാവേ ലാസ്റ്റ് ചെയ്യുള്ളൂ. ചിലപ്പോൾ കുറച്ച് ദിവസങ്ങളും കൂടെ ലാസ്റ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസസും ഉണ്ട്. പക്ഷേ ഇത് ബ്രെയിനിൽ ഉണ്ടാക്കിയേക്കുന്ന ചേഞ്ചസ് കുറേ കൂടെ ലാസ്റ്റിംഗ് ആണ്. അത് പ്രഡിക്റ്റ് ചെയ്യാൻ നമുക്ക് പൂർണ്ണമായിട്ട് പറ്റത്തില്ല. രണ്ട് വ്യക്തികൾ ഒരേ അളവിൽ ഒരേ ലഹരി പദാർത്ഥം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വ്യക്തിക്ക് ലൈഫ് ലോങ് ആയിട്ടൊരു സൈക്കോട്ടിക് ഡിസോർഡർ ഉണ്ടായേക്കാം, മറ്റേ വ്യക്തിക്ക് അങ്ങനെ ഉണ്ടാവണം എന്നില്ല. സോ മനസ്സിൽ നിന്ന് അത് ക്ലിയർ ചെയ്യാന്നല്ല, അത് എഫക്റ്റ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ എഫക്റ്റിനെ നമുക്ക് ഒരു അസുഖമാണ്, അതിനെ നമ്മൾ മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ ഡോക്ടറിനെ കാണുമ്പോൾ ഡോക്ടർ പറയുന്ന മാർഗ്ഗം സ്വീകരിക്കുന്നു. ആൻഡ് ഇൻഡിവിജ്വൽ വേരിയേഷൻസ് കണ്ടമാനം കൂടുതലുണ്ട്. പക്ഷെ ഒരു കാര്യത്തിൽ ഉറപ്പാണ്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിൽ ഇഷ്ടംപോലെ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. ഈ യങ്ങർ ജനറേഷൻ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അവർ കൂടുതലും പിയർ പ്രഷറിൻ്റെ ഭാഗമായിട്ടെല്ലാം ഒരു എക്സ്പെരിമെൻറ്റേഷൻ അല്ലെങ്കിൽ പിയർ പ്രഷറിൻ്റെ ഭാഗമായിട്ട് അവർ പോകുന്നു. അവരതിൻ്റെ പോസിറ്റീവ് എഫക്ട്സ് മാത്രമാണ് ഈ എക്സ്പെരിമെൻറ്റേഷനിലും പിയർ പ്രഷറിൽ നിന്നും കിട്ടുന്നത്. അവിടെ ചിലവർക്ക് മോശാനുഭവങ്ങൾ, ഒരു ബാഡ് ട്രിപ്പ് എന്നെല്ലാം പറഞ്ഞിട്ടുള്ള മോശാനുഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിലും കൂടുതലും അവരെ റീഇൻഫോഴ്സ് ചെയ്യുന്ന അതിനകത്തെ പോസിറ്റീവ് മെസ്സേജസ് മാത്രമാണ് കമ്മിങ് ഫ്രം ദെയർ പിയർ ഗ്രൂപ്പ്. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി പലവർക്കും അറിവില്ല. നമ്മുടെ മുമ്പിൽ എത്തുന്ന പേഷ്യൻസ് ഒരു സ്മോൾ സബ്സെറ്റ് ഓഫ് ദ പോപ്പുലേഷനാണ്. ഇത് ഉപയോഗിച്ചിട്ട് പ്രോബ്ലംസ് ഉണ്ടായിട്ടുള്ളവരാണ് ഒരു സൈക്കാട്രിസ്റ്റിന് മുമ്പിൽ എത്തുന്നത്. ആ ആൾക്കാരുടെ അടുത്ത് നമ്മൾ ചോദിക്കുമ്പോഴത്തേക്ക് അറിയുന്നത് ലഹരികൾ കൂടുതൽ ഉപയോഗിക്കുന്നവരായിരിക്കാം ചിലപ്പോൾ ഈ ഒരു സബ്സെറ്റ് ദാറ്റ് ഇസ് കമ്മിങ് ടു അസ്. അവർക്ക് ഇതിനെപ്പറ്റി, ലഹരികളുടെ ദൂഷ്യവശങ്ങളെ പറ്റി അറിവില്ല, പൂർണ്ണമായിട്ട് അറിവില്ല. അപ്പം നമ്മൾ നമ്മുടെ ജോലി സൈക്കോ എഡ്യൂക്കേറ്റ് ചെയ്യുക, അസുഖത്തിനെ പരിഹരിക്കുക, ആൻഡ് ഹോപ്പ്ഫുള്ളി ദേ വിൽ നോട്ട് യൂസ് ഇറ്റ് അഗൈൻ. എന്നാൽ പോലും ഉണ്ടായിട്ടുള്ള ചേഞ്ചസിനെ ഫുള്ളി റിവേഴ്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരു ലഹരി പദാർത്ഥം ഒന്ന് കണ്ടമാനം അളവിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ അതിങ്ങനെ ക്രേവ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. പിന്നെയും ആ ഒരു ഹാബിറ്റിലോട്ട് വീണു പോകാനുള്ള ടെൻഡൻസീസ് കൂടുതലാണ് ഫോർ എ പേഴ്സൺ. സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് എല്ലാം വേരിയിങ് ഇൻറ്റൻസിറ്റിയിലാണ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഹൈയോ അല്ലെങ്കിൽ ബ്രെയിനിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ചേഞ്ചസ് വരുത്തുന്നത്. പക്ഷേ അതേ ഒരു രീതിയിൽ തന്നെ അല്ല അത് അസുഖങ്ങൾ ഉണ്ടാക്കുന്നത്. പ്രഡിക്റ്റബിൾ അല്ല ആർക്ക് എപ്പോൾ വരും എന്നുള്ളത്. അത് ഫസ്റ്റ് യൂസിൽ തന്നെ വരണം എന്നില്ല. കണ്ടിന്യൂഡ് ഏറ്റവും ക്രോണിക് ആയിട്ട് തന്നെ ഹൈ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം വരണം എന്നില്ല. സോ കുറേ വേരിയബിലിറ്റി ഉണ്ട്. ഒരു കാര്യം മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉറപ്പുള്ളത്, ഉപയോഗിക്കാത്ത ജനറൽ പോപ്പുലേഷനിൽ നിന്ന് നോക്കുമ്പോൾ ഉപയോഗിക്കുന്ന പോപ്പുലേഷനിൽ പ്രോബ്ലംസിൻ്റെ അളവ് കണ്ടമാനം കൂടുതലാണ്. ഡോക്ടർ ഇപ്പം നേരത്തെ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറിനെ കുറിച്ച് പറഞ്ഞു. ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അങ്ങനെ ഒരു എൻറ്റിറ്റി ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആണ്. ഇപ്പോൾ പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ പറഞ്ഞു. അതുപോലെ തന്നെ വേറെ പല പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ട്. ഒബ്സസീവ് കമ്പൾസീവ് ഉണ്ട്, ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, സ്കിസോയിഡ് അല്ലെങ്കിൽ സ്കിസോടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നെല്ലാം പറയുന്ന പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ട്. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് അതിൻ്റെ വേർഡ് സിഗ്നിഫൈ ചെയ്യുന്ന പോലെ വ്യക്തിത്വത്തിലുള്ള കുഴപ്പങ്ങളാണ്. സോ ഒരു ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ആ വ്യക്തിക്ക് ചില റുട്ടീൻസ് അല്ലെങ്കിൽ ചില രീതികൾ, സെറ്റായിട്ടുള്ള കുറേ രീതി ഉണ്ടാവും. ആ രീതിയിൽ നിന്ന് ഡൈവേർജ് ചെയ്യാനായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടി ഉണ്ടാവും. ആ രീതിയിൽ ആൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര ഒരു സമാധാനം ഉണ്ടാവും. പക്ഷെ അതിൽ നിന്ന് മാറുന്നു, അത് ഒരു കൺട്രോൾ ഒരു കൺട്രോൾ വേണം. എല്ലാ കാര്യങ്ങൾക്കും, ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ പറ്റി എല്ലാ ആൾക്കൊരു കൺട്രോൾ ഉണ്ടാവണം എന്നുള്ളൊരു ചിന്തപ്പാടെല്ലാം കൂടുതലുള്ള വ്യക്തികളാണ്. ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറിനകത്താണ് വരുന്നത്. ഒബ്സഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചിന്ത ഡിസ്ട്രസ്സിങ് ആണ് വ്യക്തിക്ക്, അങ്ങനത്തെ ഒരു ചിന്തയാണ്. ആ ഡിസ്ട്രസ് മാറാനായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് കമ്പൾസീവ് ആയിട്ടുള്ള ആക്ഷൻ എന്ന് പറയുന്നത്. ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ ഡിസ്ട്രസ് കുറവാണ്. കാരണം ആ വ്യക്തിക്ക് ആ രീതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആണ് സമാധാനം. ആ ഒരു രീതിയിൽ തന്നെ ഇങ്ങനെ ഒരു ഓർഡറിൽ കാര്യങ്ങൾ വെക്കുക, പെർഫെക്ഷനിസ്റ്റിക് ആയിട്ടുള്ള ടെൻഡൻസീസ് കാര്യങ്ങൾ ചെയ്യുന്നതിൽ എല്ലാം ആളുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന രീതി, ഇങ്ങനെയെല്ലാമാണ് ആ ഒരു ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിയുടെ ലക്ഷണങ്ങൾ. അതിന് നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനെല്ലാം മാനേജ്മെൻറ്റ് കൂടുതലും സൈക്കോതെറാപ്പിയാണ്. വേറെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നതാണ്. അത് കുറച്ച് കൂടുതൽ ഫീമെയിൽസിലാണ് കണ്ടുവരാറുള്ളത്. അത് കണ്ടമാനം ഇമോഷണൽ സ്ട്രഗിൾസ്, ഭയങ്കര റാപ്പിഡ് മൂഡ് ഫ്ലക്ച്വേഷൻസ്. ഇപ്പം ബൈപോളർ ഡിസോർഡറിനകത്ത് മൂഡ് ഫ്ലക്ച്വേഷൻസ് ഉണ്ട്. മൂഡ് ഡൗൺ ആവുന്ന ഫേസും അപ്പ് ആവുന്ന ഫേസും പറഞ്ഞു. പക്ഷെ ആ ഫേസസ് എല്ലാം ലാസ്റ്റ് ചെയ്യുന്ന ഫേസസ് ആണ്. കുറച്ച് നാളത്തേക്ക് ഡൗൺ ആണ്, ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് അപ്പ്, അങ്ങനെയാണ് കൂടുതലും. പക്ഷേ ഈ ഒരു ഇമോഷണലി അൺസ്റ്റേബിൾ അല്ലെങ്കിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തിക്കകത്ത്
ഈ റാപ്പിഡിറ്റി ഓഫ് മൂഡ് ഫ്ലക്ച്വേഷൻസ് ഓവർ എ കോഴ്സ് ഓഫ് ആൻ അവർ അല്ലെങ്കിൽ ഓവർ എ കോഴ്സ് ഓഫ് എ ഡേ ഭയങ്കര റാപ്പിഡായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന രീതി ഉണ്ടാവും. ആൾക്ക് എപ്പോഴും എപ്പോഴും ഒറ്റപ്പെട്ടു പോകുമെന്നുള്ള ഒരു ഫിയർ ഓഫ് അബാൻഡൻമെൻറ്റ്, ഒരു സെൽഫ് ഇമേജിനെ പറ്റിയുള്ള ഒരു ഒരു വറീസ് കണ്ടമാനം കൂടുതൽ. ഇങ്ങനത്തെ വ്യക്തികളിൽ പെട്ടെന്ന് മൂഡിന് ഫ്ലക്ച്വേഷൻസ് നേരത്തെ പറഞ്ഞു, ഇറിറ്റബിലിറ്റി ഭയങ്കരമായിട്ട് വരുന്നത്, റാഷായിട്ട് ഇമ്പൾസീവായിട്ട് ഡിസിഷൻസ് എടുക്കും. ഈ റിലേഷൻഷിപ്സ് ഭയങ്കര അൺസ്റ്റേബിൾ ആയിരിക്കും, ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്സിലോട്ട് ചെന്ന് ചെയ്താൽ ഇപ്പം അങ്ങനെ റിലേഷൻഷിപ്സ് ആവട്ടെ അല്ലെങ്കിൽ ഒരു മാരേജ് എല്ലാം ആണെങ്കിൽ അത് അതിനകത്ത് വിള്ളലുകൾ സംഭവിക്കുന്ന, ഡൈവേഴ്സ് സംഭവിക്കുന്നതെല്ലാം കോമൺ ആണ്. സോ ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് എല്ലാമാണ് ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിക്കകത്ത് കൂടുതലും കണ്ടുവരുന്നത്. സെൽഫ് ഹാം കൂടുതൽ കണ്ടുവരാറുണ്ട്, സൂയിസൈഡൽ അറ്റംപ്റ്റ്സും വരാറുണ്ട്. മൂഡിനനുസരിച്ചിട്ട് കാര്യങ്ങൾ കംപ്ലീറ്റ്ലി അവരുടെ കൺട്രോളിൽ നിന്ന് പോകുന്ന ഒരവസ്ഥ. ഒരു സ്ട്രെസ്സ് വരുന്നു, ആ സ്ട്രെസ്സിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒട്ടും പറ്റാതെ വന്ന് ഈ ഒരു രീതിയിലായിരിക്കും ആ സ്ട്രെസ്സിനെ ഹാൻഡിൽ ചെയ്യുക. ഒരു ഇമ്പൾസീവ് ആക്ഷൻസോ അല്ലെങ്കിൽ ഇറിറ്റബിലിറ്റിയോ മൂഡ് ഫ്ലക്ച്വേഷൻസ് വെച്ചോ അല്ലെങ്കിൽ സെൽഫ് ഹാം അറ്റംപ്റ്റ്സിലൂടെ എല്ലാം ആയിരിക്കും ഒരു റോങ് രീതി ഓഫ് ഹാൻഡ്ലിങ് സ്ട്രെസ് ആയിരിക്കും നമ്മൾ ആ വ്യക്തികളിൽ കണ്ടുവരിക. ഈ OCPDയും ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സും ഒക്കെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണോ? ചികിത്സിച്ച് ഭേദം വരുത്താൻ പറ്റുന്നതാണ്. കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യുക എന്ന് പറയുന്നത് അല്ല അവിടെ നമ്മളുടെ എയിം. കുറേ കൂടെ കൺട്രോൾ ഓവർ ദ സിംറ്റംസ് ആണ്. ആൻഡ് അവിടെ മരുന്നുകൾക്ക് ചെറിയ റോളും സൈക്കോതെറാപ്പിക്ക് മേജർ റോളുമാണുള്ളത്. സ്പെസിഫിക്കലി ഇപ്പം ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിനെല്ലാം ഡയലക്റ്റിക്കൽ ഡയലക്റ്റിക്കൽ ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയുന്ന ഒരു തെറാപ്പി വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മെഷറാണ്. കുറേ വ്യത്യാസങ്ങൾ വരാറുണ്ട് ആൾക്കാർ. സയൻസ് ആൻഡ് സിംറ്റംസ് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് സെൽഫായിട്ട് അക്യൂർ ചെയ്തെടുക്കാനായിട്ട് പറ്റുമോ? ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ള വ്യക്തികൾക്ക് പറ്റും. എല്ലാവരും ഒരേ രീതിയിലാവണമെന്നില്ല, പക്ഷെ എന്നാലും ഒരു നല്ല ശതമാനം ആൾക്കാർക്ക് അവരുടെ പേഴ്സണാലിറ്റിക്കകത്തുള്ള ഇതുപോലത്തെ ഫ്ലോസ് ഉണ്ടെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് അവർ പലപ്പോഴും അവർ തന്നെത്താനെ ഹെൽപ്പ് സ്വീകരിക്കാൻ വരുന്നതായിട്ടാണ് ഞാൻ കാണാവുന്നത്. ഡോക്ടർ, ഈ പാർട്ട്നേഴ്സിന്റെ കാര്യം നോക്കൂ. ഇപ്പം ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളൊരു വിമനും സെയിം പ്രോബ്ലം ഉള്ളൊരു മെന്നും തമ്മിൽ ഇപ്പം മാരേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫൊക്കെ എങ്ങനെയായിരിക്കും? അപ്പോൾ കണ്ടുവരുന്ന ഒരു ഫിനോമിനനാണ് ബോർഡർ ലൈൻ അട്രാക്ട്സ് ബോർഡർ ലൈൻ എന്നുള്ളൊരു എക്സ്പീരിയൻസ് എനിക്ക് കണ്ടമാനം ഉണ്ടായിട്ടുണ്ട്. ബോർഡർ ലൈൻ ട്രേറ്റ്സ് ഉള്ള ആണും പെണ്ണും തമ്മിൽ റിലേഷൻഷിപ്സിലോട്ട് ചെന്ന് ചേരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ബൈ റിലേഷൻഷിപ്പ് എല്ലാം മാരേജിൽ എൻഡ് ചെയ്യണം എന്നല്ല. ഫ്രീക്വൻറ്റ് ഇറ്റ് കുഡ് ബി എ കാഷ്വൽ റിലേഷൻഷിപ്പ് ആസ് വെൽ. പക്ഷെ ആ റിലേഷൻഷിപ്സ് എല്ലാം പ്രോബ്ലംസ് നിറഞ്ഞ റിലേഷൻഷിപ്സ് ആണ്. കാരണം രണ്ട് വ്യക്തികൾക്കും അവരെ മാറി മാറി ഇമോഷൻസ് ട്രിഗർ ചെയ്ത് പോകുന്നത് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു രീതിയിലാവത്തില്ല. അല്ലെങ്കിൽ അവർ രണ്ടുപേരും അതിനുള്ള പ്രോപ്പറായിട്ടുള്ള മാനേജ്മെൻറ്റ് സ്വീകരിച്ച് ഒരു വെൽ കൺട്രോൾഡ് ആയിട്ടുള്ളൊരു അവസ്ഥയിൽ പോകുന്നതായിരിക്കണം. അല്ലെങ്കിൽ ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ള രണ്ട് വ്യക്തികൾ ചേരുന്നത് ഒരിക്കലും അഡ്വൈസബിൾ ആയിട്ട് പറയാൻ പറ്റില്ല. ഡോക്ടർ, ഇപ്പം ഒരാൾക്ക് മറ്റൊരാളുടെ മെന്റൽ ഹെൽത്തിനെ എങ്ങനെയാണ് റെസ്പെക്ട് ചെയ്യാൻ പറ്റുക? നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമുക്ക് എല്ലാവർക്കും പ്രോബ്ലംസ് ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും അറ്റ് സം പോയിന്റ് ചിലപ്പം പ്രോബ്ലംസിൻ്റെ ഒരു സാധാരണ ലെവൽ ഓഫ് പ്രോബ്ലംസിനെക്കാട്ടിലും തീവ്രത കൂടി കുറച്ച് ചിലപ്പോൾ ഒരു ഹെൽപ്പ് പോലും എടുക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവും. മെൻ്റൽ ഹെൽത്ത് ഇസ് ജസ്റ്റ് ലൈക്ക് എനിത്തിങ് എൽസ്. എനി ഫിസിക്കൽ ഹെൽത്ത് കണ്ടീഷൻ പോലെ തന്നെയുള്ളൊരു വിഷയമുള്ളൂ. സോ നമ്മൾ ഒരു വ്യക്തിയെ റെസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ ഹോളായിട്ടാണ് റെസ്പെക്ട് ചെയ്യേണ്ടത്. വ്യക്തിയുടെ കൈയും കാലും മാത്രമല്ല, വ്യക്തിയുടെ തലച്ചോറും ശരീരത്തിന് ഇമോഷൻസും എല്ലാമാണ്. സോ ആ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒരു വ്യക്തിക്ക് വരാമെന്നുള്ളത് it is just common sense. Okay, thank you so much, doctor. Thank you for spending your valuable time. Thank you for your time as well.